ഹലോ. അപ്പം എന്താ ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയി. നമ്മൾ മുരളിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ട്യൂസ്ഡേത്തെ ഫുഡ് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫുഡാണ് ഉച്ചത്തത്. രാത്രിയൊക്കെ പിന്നെ സീനില്ല, ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെയാണ്. സോ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദുണ്ട്. ഹായ് സാർ, കുറേ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ ഇന്ന് തിരുവനന്തപുരം വരെ പോയിരുന്നു. അവിടെ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പിരിറ്റിലാണ്. അപ്പോൾ അവിടെ പലയിടത്ത് നിന്നും വിളി സാറ് ഇവിടെ സാറ് അവിടെ. എനിക്ക് തോന്നി ഞാൻ ഇല്ലെങ്കിൽ കോളേജ് അങ്ങനെ തോന്നിപ്പോയി. ആരൊക്കെ വിളിച്ചത് എനിക്ക് അറിയില്ല. എന്തായാലും ശരി. അപ്പോൾ നമ്മളെ ഇതിന് ശേഷമേ നമ്മുടെ കാശ്മീർ ടൂറിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു. ശരി, ഓക്കെ. പറഞ്ഞു വന്നത്, ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് ഇട്ടിട്ട് ഇന്നാണ് പിന്നെയും വ്ളോഗ് എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര ഗ്യാപ്പ് വന്നുപോയി. എനിക്ക് അങ്ങോട്ടൊന്നും പറയാനോ മീൻസ് ഒരു ഭയങ്കര ടച്ച് വിട്ടുപോയ പോലെയുണ്ട്. രാവിലെ തൊട്ട് ഞാൻ ട്രൈ ചെയ്യണം. ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ രാവിലെ തൊട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാൻ. പക്ഷെ പറ്റണില്ല. എന്താണ് കോളേജിൽ എക്സാം? നമുക്ക് എക്സാം കഴിഞ്ഞു. സോ ആസ് യൂഷ്വൽ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിക്കുകയാണ്. പണ്ടത്തെ ഒരു ഇതൊന്നും കിട്ടണില്ല. മുരളിച്ചേട്ടൻ്റെ ബിരിയാണിക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യണുണ്ട്. എന്നാലും നമ്മൾ കഴിച്ചു. കാരണം ഹോസ്റ്റലിലത്തെ ഫുഡ് അതിനെക്കാട്ടി തീരെ പറ്റൂല ഇന്നത്തെ ഫുഡെന്ന് വെച്ചാൽ. അങ്ങനെ അത് കഴിക്കുകയാണ്. സോ അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് പ്രൊജക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പ്രൊജക്റ്റ് ഏകദേശം കഴിഞ്ഞ് ഇനി ടൈപ്പിംഗ് ഒക്കെ നടക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിൽ നടക്കുകയാണ്. ഈ മാസം സബ്മിറ്റ് ആക്കണം. അപ്പം ലാപ്പ് എടുത്തപ്പോഴാണ് കുറേ നാളായിട്ട് വാൾപേപ്പർ ഒരു ഇത് തന്നെ കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വാൾപേപ്പറൊക്കെ ഒന്ന് മാറ്റാമെന്ന്. അങ്ങനെ പിൻട്രസ്റ്റിൽ കയറി കുറേ ഇങ്ങനെ നോക്കി അവസാനം ഒരെണ്ണം കണ്ടുപിടിച്ച്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ ഒരെണ്ണം ഞാൻ ഇട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഒരു വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. ഈവനിങ് വാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാവിലെ എണീറ്റിട്ടില്ലായിരുന്നു. ജോഗിങ് കാര്യങ്ങളിലൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ പീരീഡ്സിൻ്റെ ഇതൊക്കെ തോന്നിയിട്ട് ഞാൻ എണീറ്റില്ല. സോ ഇങ്ങനെ നടക്കുകയാണ്. 2 ആഴ്ചത്തോളമായി ബ്രേക്കൊക്കെ വന്നിട്ട്. 2 ആഴ്ചയായ ഒരാഴ്ചയൊക്കെ ആയി. പനി എല്ലാം പിടിച്ച് കിടപ്പിലായിരുന്നു. ഉയർത്തെഴുന്നേറ്റതേ ഉള്ളൂ. നമുക്ക് അതുപോലെ പെർമിഷനും ഇല്ല. രാവിലെ ആണെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ ഓടാനും നടക്കാനൊക്കെ ഇതുണ്ട്. ഈ വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെ ഒരു ക്വാർട്ടേഴ്സിൻ്റെ വണ്ടി പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടം വരെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര എഫക്റ്റീവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ചുമ്മാ ഒന്ന് നടക്കുകയാണ്. കാക്ക. സോ നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ട് പാർക്ക് ടു ബി, അവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ. കുറേ ടച്ച് പോയി എന്തോ പോലെ എടുക്കുമ്പോഴേക്കും. അപ്പോൾ ആ ടച്ച് പതുക്കെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. ഞാൻ ഇന്ന് കുറേ നാൾക്ക് ശേഷം കുറച്ചൊന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ദിവസമാണ്. എന്തൊക്കെയൊക്കെയോ ചെയ്ത് പ്രൊജക്റ്റ് വർക്ക് സൈഡിൽ കൂടെ നടക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഒരു 5 minutes കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയൊരു നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഞാൻ മാക്സിമം പഴയ പോലെ എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരാൻ നോക്കും. പറ്റുന്നില്ല, എന്തോ ഒരു ഗ്യാപ്പ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക്. ഇത് ഞാൻ പണ്ട് പറയണല്ലേ ഹേ ഗായ്സ് എന്ന്. ഞാൻ ഫെബ്രുവരിയിലെ ഫസ്റ്റ് വ്ളോഗ് ചെയ്യാണ്. ഉണ്ടംപൊരി ഫസ്റ്റ് വ്ളോഗ് എന്നൊക്കെ ഞാനിന്ന് പറയുന്നു.
സോ നമ്മൾ ഈവനിങ് വാക്ക് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്, ഈവനിങ് വാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അങ്ങനെയല്ല, എന്തോന്ന് തേങ്ങ. സോ ഗൈസ് ഞാൻ നിർത്തി എന്നിട്ട്